Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ ചാനലിൽ ഡെസേർട്ടിന്റെ റെസിപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ്സിന്റെ റെസിപ്പി അധികം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒന്ന് ലാസ്റ്റത്തെ വീഡിയോയിൽ കുറച്ച് കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ്. പാലസ്തീനിൽ നിന്നാണ് കുനാഫ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഡെസേർട്ട് ആദ്യമായിട്ട് ഒറിജിനേറ്റഡ് ചെയ്തത്. എന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മളുടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രികളിലും അടുത്തിടെ നമ്മളുടെ കേരളത്തിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മിസംബ്ലസ് റെഡിയാക്കാം. ഓക്കെ, ആദ്യമായി തന്നെ നമുക്ക് കുനാഫയുടെ ഡോ എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിന്ന് 1/2 കിലോ കുനാഫയുടെ ഡോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുമാതിരി തന്നെ നമ്മൾ കുനാഫയുടെ ഫ്രോസൺ ഡോ ആണ് മേടിക്കുന്നതെങ്കിൽ നമ്മൾ ഡിഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ഒരു 3 തുടങ്ങി 4 മണിക്കൂർ മുമ്പ് ഡോ ഫ്രീസറിൽ നിന്ന് എടുത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഡോ നമ്മളിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വിടർത്തിയെടുക്കാം. അടുത്തായി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ 250 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ ഗീ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ബട്ടർ ഈവൻലി മിക്സ് ആവാനായിട്ടും ഈവൻലി സ്പ്രെഡ് ആവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം മെൽറ്റ് ചെയ്തെടുത്ത കുറച്ച് ബട്ടർ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബട്ടർ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കുനാഫയുടെ ഡോ എടുത്ത് നമ്മളുടെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരേമാതിരി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ ഈവൻലി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച പാത്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സെയിം വലിപ്പമുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതൊന്ന് നന്നായി സെറ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. കുനാഫയുടെ ഒറിജിനൽ റെസിപ്പിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കുനാഫയുടെ ഫ്രോസൺ ഡോ ആണ്. ഈ ഫ്രോസൺ ഡോ അത്യാവശ്യം നമ്മളുടെ നാട്ടിലുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടാനുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് വെർമിസിലി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സേമിയ ഇതേമാതിരി തന്നെ പൊടിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ടർ പാർട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഒറിജിനൽ കുനാഫ ഡോ ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർമിസിലി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സേമിയ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് കുനാഫയുടെ മുകളിൽ നമ്മൾ ഒഴിക്കുന്ന ഷുഗർ സിറപ്പാണ്. അത് ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1.5 കപ്പ് ഷുഗറും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ലെമണും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിന് കൂടെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാനായിട്ട് 3 കാർഡമം പീസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. 20 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തായി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വെയിറ്റ് എടുത്ത് മാറ്റി നമ്മളുടെ പാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഇടാം. നമ്മൾ ചീസ് 250 ഗ്രാം ആണെന്ന് എടുത്തേക്കുന്നത്. ചീസ് എടുത്തതിന് ശേഷം നമ്മൾ ഈവൻലി ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ്. ബിക്കോസ് നമുക്ക് ഈ മൊസറല്ല ചീസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതിയിരിക്കുക. ചീസ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലായിടത്തും ഈവൺ ആക്കിയതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള ഡോയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ മാതിരി ഡോ എല്ലായിടത്തും നന്നായിട്ട് ഈവൻലി നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായി വീണ്ടും നമ്മൾ പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന കുനാഫയുടെ ഫില്ലിങ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് മിൽക്കും ഷുഗറും കോൺസ്റ്റാർച്ചും അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും ഇട്ട് തിക്ക് ചെയ്തുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഇവർ ഉപയോഗിക്കുന്നത് വൈറ്റ് ആയിട്ടുള്ള ചീസാണ്. അതായത് നമ്മുടെ മൊസറല്ല മാതിരി വൈറ്റ് കളറിലുള്ള ചീസാണ് മെയിനായിട്ട് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അധികം ചീസ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മിൽക്കും ഷുഗറും കോൺസ്റ്റാർച്ചും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫില്ലിംഗ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ ചീസ് ആഡ് ചെയ്ത് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അടുത്തായി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചതിന് ശേഷം
ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. അടുത്തത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കുനാഫ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം സ്റ്റവ് എടുത്ത് ഓണാക്കി നമ്മളുടെ പാൻ എടുത്ത് ഇതിന് മുകളിലേക്ക് വെക്കാം. ആദ്യത്തെ ഒരു 15 സെക്കൻഡ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇട്ട് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം സിമ്മറിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് കാണുന്ന മാതിരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒരു സൈഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടർ നന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. വീണ്ടും നമുക്ക് സോസ് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോസ് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിലൊരു 15 സെക്കൻഡ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇട്ട് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മളുടെ 10 മിനിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ചീസ് മെൽറ്റായി നമ്മളുടെ പാനിൽ സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ നമുക്ക് ലാഡിൽ കൊണ്ടൊന്ന് വേർപെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് പിസ്താഷ്യോ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുനാഫ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളുടെ ക്രഞ്ചി അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഔട്ട് സൈഡും നല്ല ചീസി ടെക്സ്ചറുള്ള ഫില്ലിങ്ങും എല്ലാം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ സ്വീറ്റ്സ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷേ ഈ ഒരു ഡിസേർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, നമ്മൾ പാനിൽ ഉണ്ടാക്കിയതുകൊണ്ട് നമ്മളുടെ ആ ഒരു കളറ്, ഗോൾഡൻ കളറ് എല്ലായിടത്തും ഈവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കളറ് ഒരേമാതിരി നല്ല ഈവണായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ വരും. അപ്പോൾ നിങ്ങളത് വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിൽ തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ കുക്ക് ചെയ്തത് 10 മിനിറ്റാണ് സിമ്മറിലിട്ട്. കുറച്ചും കൂടെ കളർ കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റ് സിമ്മറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മാതിരി ഞാൻ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡെസേർട്ട്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അതുമാതിരി നിങ്ങൾ കാണുന്ന എല്ലാവരും വീഡിയോസിനോട് ലൈക്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരി വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. So eat good food, stay healthy, until I see you with a different video. Bye bye.